ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, ഡൽഹി പോലീസ് കമ്മീഷണർ റെഡ് ഫോർട്ട് ഏരിയയിലേക്കുള്ള യാത്രയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരു മരണം സ്ഥിരീകരിച്ചോ? ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. പരിക്കേറ്റവരെ LNJP ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ ജയപ്രകാശ് നാരായൺ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹി പോലീസ് കമ്മീഷണറും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ അല്ലെങ്കിൽ ഉന്നതതല യോഗം ചേരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം പെട്ടെന്ന് ഉണ്ടാകുന്നത്. മെട്രോ സ്റ്റേഷന് സമീപം ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടാകുന്നു. അത് മറ്റ് കാറുകളിലേക്കും മറ്റു വാഹനങ്ങളിലേക്കും പടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. एकदम से भागा, मेरे साथ भी बहुत सारी पब्लिक भागी, एक पे एक पब्लिक गिर रही थी। उस टाइम ऐसा लग रहा था कि हम कुछ पल में दूसरा धमाका हुआ था, हम मरने वाले हैं। ऐसा लग रहा कि हम बचने का चांस, ऐसा लग रहा कि मौत को मुंह से देख रहे हैं, इस तरह से नजारा था। तो मैं भाग करके साइकिल मार्केट में गया, वहाँ जा करके मैं एक कोल्ड ड्रिंक लिया। 2 बंदे को ने मेरे पे अच्छे से काबू किया, मेरे को समझाया कि हो जाता तो फिर मेरे को रिलैक्स मिला। फिर मैं दोबारा आया दुकान पे चाबी लेकर के, ये चाबी दुकान की, मैं चाबी दुकान बंद करके फिर आप घर जा रहा हूँ मैं। आपका? मेरा नाम राजधर पांडे। क्या हुआ सर, आप क्या बता पाएंगे? कुछ नहीं जी, हम कुछ नहीं, हम ये देखे, लपट देखा। हाँ, अपने छत से देखा, तभी मैं नीचे उतर के आया कि जरा മരണസംഖ്യ വർദ്ധിക്കുമോ എന്ന ആശങ്ക ഉണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 7 ഫയർ എഞ്ചിനുകളാണ് അവിടെ തീ അണയ്ക്കാനായി ഉണ്ടായിരുന്നത്. ഒരു മരണമാണ് സ്ഥിരീകരിച്ചു കഴിഞ്ഞത്. ഏതായാലും ആശുപത്രിയിലേക്ക്, LNJP ആശുപത്രിയിലേക്ക് പരുക്കേറ്റ ആളുകളെ എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. 6:55 പോലീസിന് വിവരം ലഭിക്കുന്നത്. 6:55 ലഭിച്ച വിവരം അനുസരിച്ച് ലാൽകില മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ സ്ഫോടനമുണ്ടായി എന്നുള്ളതായിരുന്നു ഇൻഫർമേഷൻ. അതിവേഗം അഗ്നി മറ്റു കാറുകളിലേക്ക് പടരുകയായിരുന്നു. 37 കാറുകൾ അവിടെ നിർത്തിയിട്ടിരുന്നു. അതിൽ 4 കാറുകൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് അപകട കാരണം എന്നുള്ളതാണ് അറിയാനുള്ളത്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മരണസംഖ്യ ഉയർന്നേക്കുമോ എന്ന ആശങ്ക ഉണ്ട്. എത്ര കാറുകളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യത്തിലും ഇനി വ്യക്തത വരാനുണ്ട്. എന്തായാലും ഒരു കാർ പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അതിനുശേഷം മറ്റ് കാറുകളിൽ സംഭവിച്ചത് എന്താണ്? തീ പടർന്നു. മാത്രമല്ല, ഈ പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന കാറുകളാണെങ്കിൽ സ്ഫോടന സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഒരു മരണം സ്ഥിരീകരിച്ചു. ഇന്ന് 6:55 സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതം വളരെ വലുതാണ്. കാരണം സ്ഫോടനത്തെ തുടർന്ന് സമീപത്തുള്ള 4-5 കാറുകൾ കത്തി നശിച്ചു എന്നുള്ളതാണ്, പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. ഇപ്പോൾ തീ അണയ്ക്കാൻ കഴിഞ്ഞതായി ഫയർഫോഴ്സ് അറിയിക്കുന്നുണ്ട്. 7 ഫയർ എഞ്ചിനുകൾ ശ്രമിച്ചാണ് തീ അണച്ചത്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാവിലെ ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ RDX പിടിച്ചെടുത്തത് കൂടി ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. ഇതൊരു ഭീകരാക്രമണമാണോ അതോ ഇതൊരു അപകടമാണോ? ഇതാണ് ഇനി അറിയാൻ ഉള്ളത്. 6:55 റെഡ് ഫോർട്ടിലെ മെട്രോ സ്റ്റേഷന്റെ 1-ാം നമ്പർ ഗേറ്റിന് സമീപത്ത് കാർ പൊട്ടിത്തെറിച്ചത്. ആ കാർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അഗ്നി തൊട്ടടുത്തുള്ള കാറുകളിലേക്കും അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകളിലേക്കും കൂടി വ്യാപിച്ചതോടുകൂടിയാണ് വലിയ ഒരു അഗ്നിബാധയിലേക്ക് പോയത്. അതിജാഗ്രതയിലാണ് നമ്മുടെ ദേശീയ തലസ്ഥാന പ്രദേശം. കൂടുതൽ വിവരങ്ങൾ വരാനുണ്ട്. ആ വിവരങ്ങൾ വരുന്നതുവരെ കാത്തിരിക്കണം. ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭ്യൂഹങ്ങളോ അതുപോലെ തന്നെ കിംവദന്തികളോ പടർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ജനങ്ങളെ പരിഭ്രാന്തരാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. രാജ്യത്തിൻ്റെ തലസ്ഥാനത്തെ തിരക്കേറിയ സ്ഥലത്ത് ചെങ്കോട്ടയ്ക്ക് സമീപത്ത്, ചെങ്കോട്ടയുടെ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത് ഗേറ്റ് നമ്പർ 1 സമീപത്താണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്.